Good afternoon. Good afternoon. Good afternoon, ma'am. Prayer ആരാണ്? Prayer ഞാൻ പറയാം. പെരുംദാസ്. Thank you, God, for the world so sweet. Thank you, God, for the food we eat. Thank you, God, for the birds that sing. Thank you for good God for everything. Thank you. Sign in. Thought of the day. സൈൻ ഞാൻ പറയാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇന്ന് നടന്നൊരു സംഭവം, വാർത്തയിൽ കണ്ടൊരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്ന് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ കണ്ടൊരു വാർത്ത. ആ ഒരു വാർത്തയെക്കുറിച്ചാണ് കുറച്ച് പോയിന്റ്സ്. പഹൽഗാം ആക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യം. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഇടങ്ങളിലായിരുന്നു പുലർച്ചെ തിരിച്ചടി നൽകിയത്. കര, വ്യോമ, നാവിക സേനാംഗങ്ങളുടെ സംയുക്ത ഓപ്പറേഷന് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് പേരിട്ടത്. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ വിധവകൾക്ക് ആശ്വാസമായിട്ടായിരുന്നു ആ ഒരു പേര് നൽകിയത്. പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ഇതുവരെ ആക്രമിച്ചിട്ടില്ല. ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞു പിടിച്ചാണ് ഇപ്രാവശ്യം തിരിച്ചടി നൽകിയത്. പഹൽഗാം ആക്രമണത്തിന്റെ 15ാമത്തെ ദിവസമാണ് ഇങ്ങനെയൊരു തിരിച്ചടി പാകിസ്ഥാനെ ഏറ്റത്. പാകിസ്ഥാനിലെ തെക്കൻ പഞ്ചാബിലുള്ള ബഹൽപൂർ ആയിരുന്നു സൈന്യം ലക്ഷ്യമിട്ട പ്രധാന കേന്ദ്രം. ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ആസ്ഥാനം ഇവിടെയാണ്. ഇന്ത്യ ഏറെക്കാലമായി തിരയുന്ന മസൂദ് അസറാണ് ജെയ്ഷിന്റെ നേതാവ്. 2001 പാർലമെന്റ് ആക്രമണം, 2019 പുൽവാമ ആക്രമണം എന്നിവയ്ക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന ആളായിരുന്നു. ഇന്ന് പുലർച്ചെ 1:44 ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ്. സാധാരണ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം പാക് അധീന കാശ്മീരിലാണ് നടക്കാറുള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു ഇത്തവണ സൈന്യത്തിന്റെ നീക്കം. ആക്രമണത്തിന് ഉപയോഗിച്ചത് റഫാൽ എന്ന് പറഞ്ഞ വിമാനങ്ങളായിരുന്നു. നീതി നടപ്പാക്കിയെന്ന് പഹൽഗാമിൽ മരിച്ചവരുടെ ബന്ധുക്കൾ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞ സിന്ദൂരങ്ങൾക്ക് പകരം ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പേരിട്ടുകൊണ്ട് വിളിക്കുന്നു. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ ഞാനും നിങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ജയ് ഹിന്ദ്. നല്ല ടോപ്പിക് ആണ് കേട്ടോ. കാരണം നമ്മളെല്ലാവരും ന്യൂസിൽ റീഡ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും അത് നമ്മള് സൈനിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് വളരെ നന്നായി. താങ്ക് യു. ആൻഡ് തോട്ട് ഓഫ് ദ ഡേ. ഞാൻ പറയാം മാം. One touch of nature makes the whole world kin. William Shakespeare. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഏതായിരുന്നു? എന്താണ്? മനസ്സിലായില്ല. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള 3 പാർട്ട് വേണമെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? മോക്ക് ടെസ്റ്റ് കിട്ടിയോ നിങ്ങൾക്ക്? 3 അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള പോർഷൻ ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിലെ ബാലൻസ് പോർഷൻ. നമ്മുടെ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് വരെയാണോ എടുത്തത്? പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആയിരുന്നു ഫുള്ള് പറഞ്ഞത്. എന്താണ്? ഇനി നമുക്ക് എടുക്കേണ്ടത് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ആ പേജ് തുടങ്ങിയല്ലേ? ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് വരെയാണ് ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്.
അത് കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ പറഞ്ഞു. അപ്പോ ഇനി നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലേക്കാണ് പോവാവുന്നത്. 1 മിനിറ്റ്. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഒരു കുട്ടിയുടെ കുട്ടിയുടെ നോക്കാം ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്? നമ്മൾ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടർ. എന്താണ് ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടർ എന്ന് പറയുന്നത്? അപ്പോ ആ കുട്ടിയുടെ എന്താ പറയാ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഫാക്ടേഴ്സ്. രണ്ടാമത്തതാണ് എന്ത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. മെയിൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഇതൊക്കെയാണ് ഹെറിഡിറ്ററി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സുകൾ, നമ്മുടെ സ്കിന്നിന്റെ കളറ്, ഐസ്, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, നമ്മുടെ ഇയറിന്റെ ഷേപ്പ് ഒക്കെ നമ്മുടെ എന്തിൽ വരും? ഫിസിക്കൽ ഫീച്ചേഴ്സ് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന, പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന്റെ ഒക്കെ സ്കിന്നിന്റെ കളർ, അച്ഛന്റെ അമ്മയുടെ സ്കിന്നിന്റെ പോലെ ആയിരിക്കും നമ്മുടെ സ്കിൻ കളർ വരുന്നത്. ഹെയർ അതേപോലെ ആയിരിക്കാം, ഐസ്, കണ്ണ് അതേപോലെ ആയിരിക്കാം, ഷേപ്പ് ഓഫ് ദ നോസ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എന്റെ ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ ഈ നോസ് ആണ്. സാധാരണ എല്ലാവരും പോലെ അല്ല, ഒത്തിരി വ്യത്യാസം ഉണ്ട് എന്റെ നോസിൽ. കുറച്ച് നീണ്ട് ഇതായിട്ടൊക്കെ നോസ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛന്റെ നോസാണ്. അച്ഛന്റെ നോസ് പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അച്ഛൻ്റെ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് നോസ് ആണ്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, ഓക്കെ, പിന്നെ ഹെറിഡിറ്ററി ഡിസീസ് ആണ്. നമുക്ക് പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ കൈമാറി കിട്ടാറില്ല. ഇപ്പൊ ഡയബറ്റിക് ആണ് പാരന്റ്സ് എങ്കിൽ കുട്ടിക്ക് ഡയബറ്റിക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തൈറോയിഡ്, ഡയബറ്റിക്സ്, പിന്നെ പ്രഷർ, കൊളസ്ട്രോള്, അങ്ങനെ കുറച്ച് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന അസുഖങ്ങളുണ്ട്. വേറെന്തൊക്കെയാണ്? ആസ്മ. വേറെന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്? ഷുഗർ ഇല്ലേ മാം? ഷുഗർ ഞാൻ പറഞ്ഞു, ഡയബറ്റിക് പറഞ്ഞു. പിന്നെ ക്യാൻസർ വരില്ല മാം? അതെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പൊ പാരമ്പര്യമായിട്ട് ക്യാൻസർ വരുന്നുണ്ട്. അതിനെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുള്ളൂ. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചില ഫാമിലിയില് എല്ലാവർക്കും ക്യാൻസർ ആയിട്ട് അസുഖം വരുന്ന റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് ഹെറിഡിറ്ററി ഡിസീസ്? വേറെ ഒന്നുമില്ല. ഇത് പറഞ്ഞോടാ. ഞാൻ പറയുന്നതൊക്കെയാണ് ഡയബറ്റിക്സ്, ഷുഗർ, ക്യാൻസർ, ആസ്മ, തൈറോയിഡ്, അങ്ങനെ കുറച്ച് അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറി കിട്ടുന്ന അസുഖങ്ങളാണ്. ഹെറിഡിറ്ററി ഫാക്ടർ അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടർ ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല ഹൈറ്റ് ഉള്ള പാരന്റ്സിന്റെ കുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കും? ആ കുട്ടിക്കും ഓട്ടോമാറ്റിക്കലി ഹൈറ്റ് ഉണ്ടാവും. ഇനി ഹൈറ്റ് കുറവുള്ള പാരന്റ്സിന്റെ കുട്ടികളാണെങ്കിൽ ആ കുട്ടികൾക്കും ചിലപ്പോൾ ഹൈറ്റ് കുറവായിരിക്കാം. അപ്പൊ ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന്റെ കളർ, സ്കിൻ ടോണ്, ഐസ്, ഹെയർ, നമ്മുടെ ഷേപ്പ്, നോസിന്റെ ഷേപ്പ്, ഇയറിന്റെ ഷേപ്പ്, ചില ചെവികളുടെ വ്യത്യാസം ഉണ്ടാവും, ഇയറിന്റെ ഷേപ്പുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് കൈമാറി കിട്ടുന്നതാണ് സെസ്. അതേപോലെ തന്നെ ഹെറിഡിറ്ററി ഡിസീസ്, നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന അസുഖങ്ങൾ. ഇനി പറയുന്നത് ഒബിസിറ്റി അതിൽ പെടില്ലേ? വരും. അല്ല, ചിലരുടെ ഒക്കെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കാണാറുണ്ടല്ലോ തടി കൂടിയത്. പാരമ്പര്യമായിട്ട് ചിലപ്പോ വരാം. കാരണം ചിലപ്പോ അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാം, ചിലപ്പോ പാരമ്പര്യമായിട്ട് നല്ല അത്യാവശ്യം വണ്ണമൊക്കെയുള്ള ഫാമിലിയിലാണെങ്കിൽ അവർക്ക് സെയിം പോലെ ആയിരിക്കാം. ഓക്കെ, ഇനി അടുത്താണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. നമുക്ക് ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രീനെന്റൽ ആൻഡ് പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാല് പ്രസവത്തിന് മുമ്പുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പ്രസവത്തിന് ശേഷമുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. പ്രീനെന്റൽ എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് മുമ്പുള്ളത്, പ്രസവത്തിന് ശേഷമുള്ളതാണ് പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ്. രണ്ട് ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്.
നമുക്ക് എന്തൊക്കെ പ്രീനെന്റൽ ഫാക്ടേഴ്സും എന്തൊക്കെയാണ് പോസ്റ്റ്നെന്റൽ ഫാക്ടേഴ്സ് എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. Montessori is in the line with the modern psychologists who acknowledge the influence of both nature and nurture. She writes about the inherited characteristics. പാരമ്പര്യമായി കിട്ടുന്ന സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ and the predetermined pattern of behavior, but she also approves of very strong influence of environmental condition. Montessori പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിഹേവിയറിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ക്യാരക്ടറിസ്റ്റിക്സും അതിനൊപ്പം തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസിനെ, നമ്മളുടെ ജീവിക്കുന്ന എൻവയോൺമെന്റിന്റെ സ്ട്രോങ് ഇൻഫ്ലുവൻസും കൂടിയിട്ടാണ് ഒരു കുട്ടിയുടെ ബിഹേവിയർ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോ പറഞ്ഞ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ ടൈപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പ്രീനെന്റൽ പറഞ്ഞു, പോസ്റ്റ്നെന്റൽ പറഞ്ഞു. പ്രീനെന്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പ്രസവത്തിന് മുമ്പുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പൊ പ്രീനെന്റൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റേണൽ ഹെൽത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഹെൽത്ത് എങ്ങനെയാണ്, നമ്മുടെ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ കുട്ടിയുടെ ഹെൽത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് അമ്മയ്ക്ക് ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടിക്കും അതിൻ്റെതായ സൈഡ് എഫക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് നമ്മൾ പറയാറുണ്ട്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. അല്ലെങ്കിൽ കുട്ടിക്കും ആ ഒരു അതൊക്കെ സങ്കടമായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുട്ടിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളെന്ത് പറയും, കുട്ടിയും വിഷമിച്ച് തന്നെയായിരിക്കും ഇരിക്കുന്നത് പറയും. കാരണം പ്രീനെന്റൽ ഫാക്ടേഴ്സ് ഒരു കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് വളരെ ഇൻഫ്ലുവൻസ് ആണ്. മദേഴ്സ് റെഡിനെസ് ടു ദ ഹാവ് ദ ചൈൽഡ്, അമ്മ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരു കുട്ടീനെ ക്യാരി ചെയ്യാനായിട്ട് ആ അമ്മ റെഡി ആണോ എന്നുള്ളത് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. എന്ന് വെച്ചാൽ അമ്മ ഓക്കെ ആണ്, ആ കുട്ടീനെ ക്യാരി ചെയ്യാൻ ആ അമ്മ ഓക്കെ ആണെങ്കിൽ എന്താണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അമ്മ ഓക്കെ അല്ലെങ്കിൽ ആ കുട്ടീനോട് അമ്മയ്ക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യമായിരിക്കും തോന്നാം അല്ലെ. അതെല്ലാം ആ കുട്ടിയുടെ മെന്റൽ എന്താ പറയാ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ന്യൂട്രീഷൻ, പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ, അപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടിയുടെ ഗ്രോത്ത് പ്രോപ്പർ ആയിരിക്കും. ആ സമയത്ത് നമ്മൾ പറയുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ എംബ്രിയോയുടെ ഗ്രോത്ത് പ്രോപ്പർ ആയിരിക്കും. അല്ലാതെ ഗ്രോത്ത് ന്യൂട്രീഷൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഗ്രോത്ത് പ്രോപ്പർ ആയിരിക്കില്ല. പക്ഷെ ഈ ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ പോഷകാഹാരങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ എനിക്ക് തോന്നുന്നു ഗോതമ്പ്, ചെറുപയറ്, അതേപോലെ ശർക്കര, ഒത്തിരി കാര്യങ്ങള്, ഒത്തിരി ധാന്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ഏരിയയിലും ഓരോ രീതിയിലായിരിക്കാം. അപ്പൊ ന്യൂട്രീഷൻ റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്ന ഫാക്ടർ ആണ് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്. നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡ്രഗ്സോ ആൽക്കഹോളോ അമ്മ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അമ്മ ഡ്രഗ്സോ ആൽക്കഹോളോ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് ചൈൽഡ് സമയത്ത് പറഞ്ഞില്ലേ, ഏതായിരുന്നു ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനാണോ ചാപ്റ്റർ എടുത്തത് അല്ലേ? എന്താണ് ഫിസിക്കൽ എന്താ പറയാ ഹിയറിംഗ് ഇംപേർഷ്മെന്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ ആൽക്കഹോള് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആക്സിഡന്റ്സ് സംഭവിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ അവരുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്ത പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും പറഞ്ഞു. ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ പറഞ്ഞതാണ് നമ്മുടെ കളർ ഓഫ് സ്കിന്ന്, ഐസ്, നോസ്, ഹെയർ, ഷേപ്പ് ഓഫ് ദ നോസ്, ഇയേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെറിഡിറ്ററി ഡിസീസുകൾ
നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടാറുണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, പ്രീനറ്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമന്റെ മെറ്റേണൽ ഹെൽത്ത്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആരോഗ്യം, അതിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് പറഞ്ഞു, അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റിന്റെ കാര്യങ്ങള്, അമ്മയുടെ റെഡിനെസ് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ റെഡി ആണോ, അമ്മ ആകാനായിട്ട്, കുട്ടിനെ ക്യാരി ചെയ്യാനായിട്ട് അമ്മ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ അഫക്ട് ചെയ്യും. ന്യൂട്രീഷൻ റിക്വയർമെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്, നമ്മള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ആൽക്കഹോളോ ഡ്രഗ്സോ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ എനി ആക്സിഡൻസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് പോസ്റ്റ്നറ്റൽ ഫാക്ടേഴ്സ് ആണ്. പോസ്റ്റ്നറ്റൽ ഫാക്ടേഴ്സിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. കേട്ടോ, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? പോസ്റ്റ്നറ്റൽ ഫാക്ടേഴ്സ് ആണ്. അതിന് നമുക്ക് 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. 3 കാര്യങ്ങളാണ് പോസ്റ്റ്നറ്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. പ്രസവാനന്തരം, ഓക്കെ. ഫിസിക്കൽ എൻവയോൺമെന്റിലെ ലിവിങ് കണ്ടീഷൻ, അമ്മ അത്യാവശ്യം നല്ല ലിവിങ് കണ്ടീഷൻ ആണെങ്കിൽ കുട്ടിക്കും അത്യാവശ്യം, ആ കുട്ടി ജീവിക്കുന്നത് കുഴപ്പമില്ലാത്ത ലിവിങ് കണ്ടീഷനിലാണെങ്കിൽ അവന് പെട്ടെന്ന് ഗ്രോത്ത് ഡെവലപ്മെന്റ് സംഭവിക്കും. ഇനി ലിവിങ് കണ്ടീഷൻ ബാഡ് ആണെങ്കിൽ അത് അവനെ അഫക്ട് ചെയ്യും. പ്ലേ സ്പേസും എൻവയോൺമെന്റും ഉണ്ട്. അവന് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവന് ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയാ പെട്ടെന്ന് ഡെവലപ്മെന്റ് സംഭവിക്കും. അതേപോലെ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വേറെ ഇൽനെസ്സോ ആക്സിഡന്റോ ഒന്നും ഇല്ലെങ്കിൽ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഡെവലപ്മെന്റ് ഗ്രോത്ത് സംഭവിക്കും. അപ്പോ ഇനി ബാഡ് ആയിട്ടുള്ള ലിവിങ് കണ്ടീഷൻ ആണ്, അവന് പ്ലേ സ്പേസ് ഒന്നും ഇല്ല, ഹെൽത്ത് ന്യൂട്രീഷൻസും കുറവാണ്, ആക്സിഡന്റും ഇൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് സ്ലോ ആയിരിക്കും. നമ്മുടെ ഹെൽത്ത് ന്യൂട്രീഷൻസിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 6 months കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടും അംഗൻവാടി വഴികളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? കൊടുക്കാറുണ്ട്. ഓക്കെ, അമൃതം പൊടി. അപ്പൊ ഒരു 3 വയസ്സ് വരെ, 6 months to 3 years വരെ അങ്ങനെ പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 3 years മുതൽ നമ്മൾ കുട്ടികളെ സ്കൂളുകളിലും അതേപോലെ തന്നെ അംഗനവാടി സ്കൂളിലൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. പോഷകാഹാരത്തിന്റെ ഭാഗമായിട്ട് ഇതൊന്ന് വീക്കിലി മിൽക്കും അതേപോലെ തന്നെ എഗ്ഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല സ്കൂളുകളിലും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ എൻവയോൺമെന്റ് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാ വരുന്നത്? ലിവിങ് കണ്ടീഷൻ, അവൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അവന് പ്ലേ സ്പേസ് ഉണ്ട്, അവന് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, എൻവയോൺമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് ന്യൂട്രീഷൻസും, അവന് നല്ല ഹെൽത്തി ആണ്, ന്യൂട്രീഷൻ റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വേറെ ഇൽനെസ്സോ ആക്സിഡന്റോ ഒന്നും അവനില്ല എന്നുള്ള കാര്യങ്ങളും കൂടി ഉറപ്പുവരുത്തണം. ദെൻ നമ്മൾ അടുത്തൊരു ഫാക്ടർ ആണ് എന്ത്? സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ്. നമ്മുടെ കുട്ടീനോടുള്ള പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കണം? കുട്ടികളോട് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. നമുക്ക് എന്തോരം ടെൻഷൻ ഉണ്ടെങ്കിലും, എത്ര ദേഷ്യം അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വർക്കിന്റെ പ്രഷറൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതൊരിക്കലും കുട്ടികളോട് പ്രകടിപ്പിക്കാനായിട്ട് പാടില്ല. കാരണം കുട്ടികളുടെ ഇമോഷന് നമ്മൾ കുറച്ച് വാല്യൂ കൊടുക്കണം. അവരുടെ ഇമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചിലപ്പോ ഒരു കുട്ടി, ഞാൻ എക്സാമ്പിൾ പറയാണ്, ഒരു കുട്ടി ഒത്തിരി സമയം എടുത്തിട്ട് ഒരു പിക്ചർ ഡ്രോ ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പൊ അവരമ്മ വരുമ്പോഴേക്കും അവൻ ആ പിക്ചർ കൊണ്ട് കാണിക്കാണ്. അമ്മ എന്തോ ജോലിയുടെ എന്തോ ടെൻഷനൊക്കെ കാരണം അവനെന്താണ്, അമ്മ ഭയങ്കര ടെൻഷനായിട്ടാ വന്നത്. പെട്ടെന്ന് ആ കുട്ടീനോട് പിക്ചർ കൊണ്ട് കാണിക്കുമ്പോ അത് നിനക്ക് വേറെ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക എന്നൊക്കെ പഠിക്കുന്നൊക്കെ പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുമ്പോ അവനെന്താണ്, ആ ഒരു ഭയങ്കര വിഷമായിരിക്കും, അത് ഇമോഷണൽ ഹേർട്ട് ആവാണ് അവിടെ ചെയ്യുന്നത്. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ എവിടേക്ക് വരാനായിട്ട്, നമ്മുടെ ഫാമിലിയിലേക്ക് വരാനായിട്ട്. ഒരു ടെൻഷൻ ഉണ്ടെങ്കിലും ഫാമിലിയുടെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അത് ഡീൽ ചെയ്യാം. ഫാമിലിയിലേക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ ഒരു ഹാപ്പി പോസിറ്റീവ് എൻവയോൺമെന്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പാരന്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്.
കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ്, കുട്ടിയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, പാരന്റിനുള്ള ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, നമ്മുടെ ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് ഇപ്പൊ നല്ല ഹൈ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഇതാണെങ്കിൽ എന്താ പറയാ, ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഈ കുട്ടികളെ പ്ലേ ടൈം ഒന്നും അലോ ചെയ്യില്ല ചില പാരന്റ്സ്. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഫാമിലി സ്ട്രക്ചർ, നമ്മളിപ്പോ പറയും ജോയിന്റ് ഫാമിലി ആണെങ്കിൽ, കുട്ടികളിൽ ഒത്തിരി ക്വാളിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ജോയിന്റ് ഫാമിലീസിൽ. അപ്പൊ അവിടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും എന്തുണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോ ഫാമിലി സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ന്യൂക്ലിയർ ഫാമിലിയെ സംബന്ധിച്ച് ജോയിന്റ് ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികളിൽ ഷെയറിംഗ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി, അതേപോലെ റെസ്പെക്ടിങ് എൽഡേഴ്സ്, മുതിർന്നവരെ ബഹുമാനിക്കാൻ എന്നുള്ള ശീലങ്ങൾ ഓട്ടോമാറ്റിക്കലി അവര് ചെറുപ്പം മുതലേ കണ്ടുവരാണ്. അപ്പൊ അത് അവരുടെ ഒരു ശീലമായിട്ട് മാറും. പിന്നെ ടെക് ആൻഡ് കൾച്ചർ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് ഒരു കുട്ടിയുടെ ഫീമെയിൽ ആണോ മെയിൽ ആണോ, പിന്നെ അവരെ ഫോളോ ചെയ്യുന്ന കൾച്ചർ എന്താണ്. അപ്പോ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ് ആണ്. കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. കാരണം നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെറിയ ടാസ്കുകൾ ചെയ്യിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഡെവലപ്മെന്റ് കൂടാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ ടാസ്കുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. സോ അപ്പൊ അവർക്ക് ആ ഒരു കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു ഒരു അവസരമാണ് കിട്ടുന്നത്. അതേപോലെ കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കും നമ്മളോട്. ചില കുട്ടികൾ ഭയങ്കര ബൈ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അത് ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് ഈ ബൈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് ആൻസർ അറിയുമെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. ആൻസർ അറിഞ്ഞുകൂടെങ്കിൽ അത് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ നോക്കാം. കാരണം അക്രോസ് ഇൻക്വസ്റ്റീവ്നെസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ, ഭയങ്കര ഇതായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ ഭയങ്കര ജിജ്ഞാസയായിരിക്കും. എന്തുകൊണ്ട് അത് സംഭവിച്ചു, അതെന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ഭയങ്കര ഒരു ജിജ്ഞാസ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എൻകറേജ്മെന്റ് ബൈ ഗിവിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, നമ്മൾ കുട്ടികൾ ചെറിയൊരു ടാസ്ക് ചെയ്താൽ പോലും പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. അവര് ഇപ്പൊ ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാ, ക്ലാപ്പ് ചെയ്യുക, ഗുഡ് ബോയ് ആണെന്ന് പറയാ, നല്ല കുട്ടിയാണ് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയാം. പിന്നെ പ്രൊവൈഡിങ് എ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ്, നെയിംലി നമ്മൾ അവർക്ക് മറ്റു കുറെ ആക്ടിവിറ്റീസ് കൊടുക്കാം. റീഡിങ്, അതേപോലെ അവരോട് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. ഡ്രോയിങ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം, ഡ്രോയിങ് ചെയ്യിപ്പിക്കാം, മ്യൂസിക് പ്ലേ ചെയ്യിപ്പിക്കാം, ഡാൻസിങ് പഠിപ്പിക്കാം, ഡ്രാമാസ് പെർഫോം ചെയ്യാം, ഒരു ഡയലോഗ് എടുത്തിട്ട് അത് പെർഫോം ചെയ്യാനൊക്കെ പറയാം. അങ്ങനെ നമുക്ക് കുട്ടിയുടെ ഇൻഡിവിജ്വൽ എൻവയോൺമെന്റ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളപ്പോ പറഞ്ഞത് പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സ് ആണ്. 3 ടൈപ്പ് ആയിട്ടാണ് പോസ്റ്റ്നന്റൽ ഫാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫിസിക്കൽ എൻവയോൺമെന്റ്, കുട്ടി ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അവന് പ്ലേ സ്പേസ് ഉണ്ടോ, അവന് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്തും ന്യൂട്രീഷൻസ് കിട്ടുന്നുണ്ടോ, ഇൽനെസ്സോ ആക്സിഡന്റോ വേറെ ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താം. ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടീനോടുള്ള പാരന്റിന്റെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ കുട്ടികളും നല്ല ഹാപ്പി ആയിരിക്കും. ഇനി എന്താ പറയാ, ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ് നമുക്കറിയാം. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കുട്ടീനെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ക്ലാസ്സുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടീനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് വളർത്തണം എന്നുള്ളത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ കുട്ടികൾ പറയുന്ന എല്ലാ വാശിക്കനുസരിച്ച് നമ്മൾ നിൽക്കരുത്. അവർക്ക് എന്താണോ നീഡ്, അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കണം. അല്ലെങ്കിൽ വാശി പിടിച്ച് കരയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് കാര്യവും നേടിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് കരഞ്ഞാൽ മതി, ഞാൻ കുറച്ച് വാശി പിടിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് അല്ലെങ്കിൽ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരും. പിന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, ഫാമിലിയിലെ സോഷ്യലും എക്കണോമിക് സ്റ്റാറ്റസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കുട്ടിയുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കാര്യത്തിൽ ആ കുട്ടി ജീവിക്കുന്ന ഫാമിലിയുടെ സോഷ്യലും എക്കണോമിക് ഫാക്ടറും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫാമിലി സ്ട്രക്ചർ പറഞ്ഞു, ന്യൂക്ലിയർ ഫാമിലി, ജോയിന്റ് ഫാമിലി ആണ്. ന്യൂക്ലിയർ ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികളെക്കാളും കൂടുതൽ
ബെറ്റർ ക്വാളിറ്റീസ് ഏത് ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവും, ജോയിന്റ് ഫാമിലിയിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. ജോയിന്റ് ഫാമിലിയിലെ കുട്ടികൾക്ക് എന്താണ് ഒരു ഷെയറിങ് ഹാബിറ്റും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും മുതിർന്നവരെ ബഹുമാനിക്കാനൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട വരില്ല. അവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്ത് ശീലിച്ചിട്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. പിന്നെ കൾച്ചർ ഫോളോ ചെയ്യുക, ഇതെല്ലാം ഇമോഷണൽ സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിൽ വരുന്നതാണ്. ഇനി പറയുന്നത് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് ആണ്. കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അത് എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ അവന് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കൂടുതലുള്ള കുട്ടികളുടെ ഒരു ക്യാരക്ടറാണ്. അവർ വൈഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ട്രെയിനിങ്ങിനൊക്കെ പോകില്ലേ, അപ്പൊ നിങ്ങളോട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണേ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അതെന്തുകൊണ്ട് അങ്ങനെ, അതെന്താണ്. അപ്പൊ ആ കുട്ടികൾക്ക് എന്താണ് ഭയങ്കരമായിട്ട് ജിജ്ഞാസയായിരിക്കും, ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുട്ടികൾ പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. നല്ല ഫീഡ്ബാക്ക് തിരിച്ച് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുകയും വേണം. അതേപോലെ അവർക്ക് വേണ്ട വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. എന്തെല്ലാമാണ് റീഡിങ്, സ്റ്റോറി ടെല്ലിങ്, അങ്ങനെ പ്ലേയിങ് വിത്ത് മ്യൂസിക്, ഡാൻസിങ്, ഡ്രോയിങ്, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മോണ്ടിസോറി അക്നോളജ് ദ പാസീവ് നേച്ചർ ഓഫ് ദ ചൈൽഡ്. കുട്ടികൾ എങ്ങനെയാണ് പാസീവ്, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കണം. അവരുടെ കാര്യങ്ങൾ, അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് ഓരോ കാര്യങ്ങൾ അവരെ ക്യൂർ ചെയ്യണം. They go through a period of absorption from the environment. ഈ ടൈമില് കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സോ ഷീ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അതുകൊണ്ടാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. At the same time, she recognized the strong active nature of the child. നമ്മൾ ഇതേ സമയം തന്നെ കുട്ടികളുടെ സ്ട്രോങ് ആക്റ്റീവ് നേച്ചറിനെ കുറിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ ഫ്രീഡം, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നത്, അലോ ചെയ്യുന്നത്. അലൗവിങ് ദ ചിൽഡ്രൻ ദ ഫ്രീഡം ടു ചൂസ് ദെയർ ഓൺ ആക്ടിവിറ്റീസ് വോളണ്ടറിലി. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പാർട്ട് 3 പഠിക്കുന്നതാണ്. ആ സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മള് ഇപ്പൊ പറഞ്ഞ നിർത്തിയ കാര്യങ്ങളൊന്ന് പറഞ്ഞേ, റീഡ് ചെയ്ത് നോക്കിയേ. എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക്, അതേപോലെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഈ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് റീഡ് ചെയ്തേ.
റീഡ് ചെയ്ത് നോക്കിയാ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഈ മൈൽ സ്റ്റോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പീരീഡുകളാണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു ദ സെക്കൻഡ് വീക്ക് ആണ്. നമ്മളിവിടെ പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയെ കുറിച്ചിട്ടാണ്. പീരീഡ് ഓഫ് ഫുൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫെർട്ടിലൈസ് കൺസെപ്ഷൻ ടു സെക്കൻഡ് വീക്ക് വരെയാണ് പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വീക്ക് ടു 8th വീക്ക് വരെ നമ്മൾ എന്ത് പറയും? പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയും. ഓരോന്ന് ഞാൻ കാണിച്ചു തരാം, ഇമേജസ് കാണിച്ചു തരാം. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞ ഒരു 8 മാസമൊക്കെ ആവുമ്പോഴേക്കും ട്രൈസ് ടു ഹോൾഡ് അപ്പ് ദ ഹെഡ് സ്റ്റഡി, നമ്മുടെ തല സ്റ്റഡി ആയിട്ട് നിർത്താനായിട്ട് കുട്ടികൾ ശ്രമിക്കും ടിൽ ബർത്ത് വരെ. പിന്നെ വരുന്നത് കുട്ടി ജനിച്ചതിന് ശേഷമുള്ള ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. സിറ്റിംഗ്, ഇരിക്കാനായിട്ട് തുടങ്ങുന്നത് ഒരു 2 to 5 months ആണ്. 5 months നോക്കിയാൽ മതി. 5 months വരെ ഉള്ളതുകൊണ്ട് ഇരിക്കാനായിട്ട് കുട്ടികൾ ശ്രമിക്കും. ക്രൗളിംഗ് എന്ന് പറയുന്നത് മുട്ടിൽ എഴയാനായിട്ട് തുടങ്ങുന്നത് 8 മാസത്തിലാണ്. 8ാം മാസത്തിലാണ് മുട്ടിൽ എഴുന്ന് തുടങ്ങുന്നത്. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പതുക്കെ എന്തെങ്കിലും പിടിച്ചു നിൽക്കുന്നത് 8 മുതൽ 12 മാസത്തിനുള്ളിലായിരിക്കും. എന്ന് വെച്ചാൽ 1 വയസ്സിനുള്ളിൽ കുട്ടികൾ പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് നിൽക്കാനായിട്ട് തുടങ്ങും. വോക്ക് ചെയ്ത് തുടങ്ങുന്നത്, നടന്നു തുടങ്ങുന്നത് 11 to 14 മാസത്തിനുള്ളിലാണ്. 11 to 14 months-നുള്ളിലാണ്. സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട് ക്യാൻ ക്ലിംഗ് ദ സ്റ്റെയർ, എന്തെങ്കിലും പിടിച്ചു കയറാനായിട്ട് സ്റ്റെപ്പൊക്കെ കയറാൻ തുടങ്ങുന്നത് 13 to 15 months-ലാണ്. റൺ ചെയ്ത് തുടങ്ങുന്നത് 15 to 18 months-ലാണ്. 15 മുതൽ 18 മാസത്തിനുള്ളിൽ കുട്ടികൾ നടന്നു തുടങ്ങും. ഓക്കെ, ജസ്റ്റ് ആ ടൈം പീരീഡ് ആണ്. അടുത്ത പോയിന്റ്സുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. ലൈഫ് എന്ന് പറയുന്നത്, ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ വെൻ എ സ്പേം സെല്ല്, ഒരു ഒറ്റ സ്പേം സെല്ല് ഫാദറിന്റെ അടുത്ത് നിന്ന്, ദ ലൈഫ് ബിഗിൻ അറ്റ് കൺസെപ്ഷൻ വെൻ എ സ്പേം സെൽ ഫ്രം ദ ഫാദർ fertilized with the egg from the mother to form a single cell called zygote. ഫാദറിന്റെ കയ്യിൽ നിന്ന് സ്പേം സെല്ലും മദറിന്റെ കയ്യിൽ നിന്ന് എഗ്ഗും കൂടി ഒരുമിച്ച് ഫെർട്ടിലൈസ് ചെയ്ത് ഒരൊറ്റ സെല്ലായ സൈഗോട്ട് ഫോം ചെയ്യുന്നതിനെയാണ്, അവിടെ മുതലാണ് ലൈഫ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. The zygote in which is a fertilized cell contain 46 chromosome. നമ്മള് സൈഗോട്ടില് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സെല്ലിൽ 46 ക്രോമസോംസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഈ 46 എത്രണ്ണാണ് മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? മദർ 23 എണ്ണോ, ഫാദർ എത്ര എണ്ണമാണ്? ഫാദർ 23. അങ്ങനെയാണ് 46 ക്രോമസോംസ് ഉള്ളത്. ഓക്കെ, the zygote, which is fertilized cell, contains 46 chromosomes. The mother and father contribute 23 each. ഇവിടെ ഈച്ച് നാക്കിക്കോട്ടെ, EAC എന്നുള്ളൂ, ഈച്ച് നാക്കാം. എന്നിട്ട് നമ്മൾക്ക് കാണാൻ പറ്റാത്ത ഈ 46 ക്രോമസോംസിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ള hundreds of ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. DNA, ജീൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജീൻ, DNA എന്നൊക്കെ
സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ ഉണ്ടാവില്ലേ? ഓക്കെ, ജീൻ DNA എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ ജീനുകളാണ് നമ്മുടെ ഹെറിഡിറ്ററി ട്രെയ്റ്റ്സുകൾ, ഗുണങ്ങൾ എന്ത് ചെയ്യുന്നത്, കൈമാറ്റം ചെയ്യുന്നത്. ഓക്കെ, the hundreds of invisible particles called genes are found within each of these thread-like bodies. Thread പോലത്തെ, നൂല് പോലത്തെ ബോഡീസിൽ എത്രയുണ്ട്? ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. These genes control എന്ത് ചെയ്യുന്നു? ഹെറിഡിറ്ററി ത്രെഡ്സ്. ഈ ജീൻസ് ആണ് നമ്മുടെ ഹെറിഡിറ്ററി ത്രെഡ്സ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ഹെറിഡിറ്ററി ത്രെഡ്സ് കൺട്രോൾ ചെയ്യുന്നത് ഈ ജീൻസ് ആണ്. The mother contribute 23 X chromosomes. അമ്മയുടെ ഭാഗത്ത് നിന്ന് എത്ര ക്രോമസോംസ് ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? 23 ആണ്. അത് X chromosomes ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. Father contribute either 23 X chromosomes or 22 X and 1 Y chromosome. അപ്പൊ അച്ഛൻ ചിലപ്പോ 23 X chromosomes 22 X ഒരു Y ക്രോമസോമും എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോ എക്സ് ആൻഡ് വൈ ക്രോമസോം ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ സെക്സ് എന്താകണം, ആൺകുട്ടി ആകണോ പെൺകുട്ടി ആകണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള എക്സും വൈയും ക്രോമസോംസ് ആണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് ദ ഫാദർ കോൺട്രിബ്യൂട്ട് 23 എക്സ് ക്രോമസോം, എന്തായിരിക്കും? കുട്ടി ഫീമെയിൽ ആയിരിക്കും. If father contribute 23 X chromosomes, the child will be female. കുട്ടി എന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. ഇനി അച്ഛൻ, if it is 22 X and 1 Y chromosome, the child will be male. എന്താണ്? ആൺകുട്ടി ആയിരിക്കും. അപ്പൊ അത് ആരുടെ ഭാഗത്തു നിന്നാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്? ഫാദറിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പണ്ടത്തെ ആൾക്കാരൊക്കെ ചിന്തിച്ചിരുന്നത് എങ്ങനെയാണ്? ആൺകുട്ടികൾ ജനിക്കാത്തത് അമ്മമാരുടെ തെറ്റുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക്? ആരാണ് ഈ ആൺകുട്ടി ആകണോ പെൺകുട്ടി ആണോ എന്ന് ആരുടെ ക്രോമസോംസ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്? മെയിലിന്റെ ക്രോമസോം നോക്കിയിട്ടാണ് ആൺകുട്ടി ആകണോ പെൺകുട്ടി ആകണോ എന്ന് തീരുമാനിക്കുന്നത്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ആ ഒരു വീഡിയോയിൽ കാണുന്നത്. ഓക്കെ, നിങ്ങൾ അതൊന്ന് നോക്കാം. ഓക്കെ, ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത് പീരീഡ് ഓഫ് ഓവുലേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മള് ഓവുലേഷൻ പീരീഡ് എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ആണ് എന്ത്? ഓവുലേഷൻ പീരീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓവറിൽ നിന്ന് നമുക്ക് സ്ത്രീകൾക്ക് 2 ഓവറി ഉണ്ടെന്ന് പറയാം. ഓരോ ഓവറിൽ നിന്നും എന്ത് എഗ് എന്ത് ചെയ്യുന്നുണ്ട്? ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആഫ്റ്റർ ദ എഗ് ഈസ് ലിബറേറ്റഡ് ഫ്രം ദ ഓവറിയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന എഗ്, ഇറ്റ് മൂവ്സ് ഇൻ ടു ദ ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അവിടെ ഇറ്റ് സ്റ്റേ ദെയർ ഫോർ about 24 hours. 24 hours വരെ
അതവിടെ എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്പെർം ആയിട്ട് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ടാണ് എഗ് എന്ത് ചെയ്യുന്നത്? അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റേ there for about 24 hours waiting for a single sperm to fertilize it. ഒരു സിംഗിൾ സ്പെർം ആയിട്ട് ഫെർട്ടിലൈസ് ആവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ എഗ് വെയിറ്റ് ചെയ്യുന്നത്. Within 24 hours of being fertilized, 24 മണിക്കൂറിനുള്ളിൽ സ്പെർം ആയിട്ട് ഫെർട്ടിലൈസ് ആയി 24 മണിക്കൂറിനുള്ളിൽ ഇതെന്ത് ചെയ്യാൻ തുടങ്ങും? പെട്ടെന്നായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, പെട്ടെന്നായിരുന്നു അതിന്റെ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് ബിഗെയിൻസ് ഡിവൈഡിങ് വെരി ഫാസ്റ്റ് ഇൻടു മെനി സെൽസ്. ഒരുപാട് സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇറ്റ് കീപ്സ് ഡിവൈഡിങ് ആസ് ഇറ്റ് മൂവ് സ്ലോലി ത്രൂ ഫെലോപ്പിയൻ ട്യൂബ് ടു ദ യൂട്രസ്. നമ്മൾ ആ വീഡിയോ കണ്ടു. അത് ഡിവൈഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ അത് ഫെലോപ്പിയൻ ട്യൂബ് വഴി മൂവ് ചെയ്ത് എവിടെ പോകുന്നത്? യൂട്രസിലേക്ക് പോവാണ്. ആൻഡ് അറ്റാച്ച് ടു ദ ലൈനിങ് ഓഫ് ദ യൂട്രസ്. എന്നിട്ട് യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാണ്. ഇങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. ദിസ് ഈസ് കോൾഡ് ഇംപ്ലാന്റേഷൻ. നമ്മള് എന്താണ്? ഓവറിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന എഗ് 24 hours വരെ ഫെലോപ്പിയൻ ട്യൂബിൽ വെയിറ്റ് ചെയ്ത് ഒരു സിംഗിൾ സ്പെർം ആയിട്ട് ഫെർട്ടിലൈസ് ആയി. ആ ഫെർട്ടിലൈസ് ആയിട്ടുള്ള ആ ഒരു ഫോം അത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് അത് നമ്മളുടെ ഫെലോപ്പിയൻ ട്യൂബ് വഴി തന്നെ മൂവ് ചെയ്ത് യൂട്രസിൽ ചെന്ന് യൂട്രസിന്റെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഹിയർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു ഗ്രോ. അപ്പോ അവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഗ്രോ നടക്കുന്നത്. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ സമയത്ത് തന്നെ പ്ലാസന്റ എന്ന് പറയുന്ന നമ്മുടെ കുട്ടിയുടെ അംബ്ലിക്കൽ കോഡായിട്ട് ഫെർട്ടിലൈസ്ഡ് ഓവുമായിട്ടുള്ള ഒരു കണക്ഷനെയാണ് എന്ത് പറയുന്നത്? ഒരു കണക്ഷൻ ഉണ്ട്, പ്ലാസന്റ എന്ന് പറയും. അപ്പൊ പ്ലാസന്റ ഗ്രോ ചെയ്യുന്നത്. അറ്റ് ദ പോയിന്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ദ പ്ലാസന്റ ഡെവലപ്സ്. ആ ഇംപ്ലാന്റേഷന്റെ സമയത്ത് തന്നെ പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് വേ ഫെർട്ടിലൈസ്ഡ് ഓവർ, ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവർ സൈഗോട്ട് ആണ്. സൈഗോട്ട് റിസീവ് ന്യൂട്രീഷൻസ് ഫ്രം ദ ബ്ലഡ് സ്ട്രീം ഓഫ് ദ മദർ. അതുവഴിയാണ് അമ്മയുടെ കയ്യിൽ നിന്ന് കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? കുട്ടി എടുക്കുന്നത്. സൈഗോട്ട് അബ്സോർവ് ചെയ്യുന്നത്. ഈ പ്ലാസന്റ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ കുട്ടിക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളെല്ലാം അബ്സോർവ് ചെയ്യുന്നത്. 1 minute കേട്ടോ. ഇനി കുട്ടിയുടെ ഗ്രോത്തിന്റെ ടൈം ആണ് പറയുന്നത്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇനി പറയുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്ന സിംഗിൾ സെല്ലാണ്. ഓരോ സമയത്തും അത് ഡെവലപ്പ് ചെയ്തു. പിന്നെ പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ചേഞ്ചസും മാറ്റങ്ങളും വരുന്നു. ഈ കുട്ടിയുടെ ഡെവലപ്മെന്റിൽ ഇന്ന മനസ്സിൽ ഇന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോ ഈ കാണുന്ന ഇമേജിൽ കാണുന്നത്. ഓക്കെ, നമ്മൾ പീരീഡ് ഓഫ് ഓവം ആണ് പറഞ്ഞത്. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് സെക്കൻഡ് വീക്ക് ആണ്. കൺസെപ്ഷൻ ടു സെക്കൻഡ് വീക്കിനെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത്. ആ സമയത്താണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സൈഗോട്ട് എന്ന് പറയുന്നത് എന്താ പറയാ, ഫാദറിന്റെ സ്പെർം സെല്ലും മദറിന്റെ എഗ്ഗും കൂടി ഫോം ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിനെയാണ് സൈഗോട്ട് എന്ന് പറയുന്നത്. സൈഗോട്ട് ഫോം ചെയ്ത് അത് പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഡിവൈഡ് ചെയ്ത് മെനി സെൽസ് ആകും. അത് എന്നിട്ട് അത് ഫെലോപ്പിയൻ ട്യൂബ് വഴി മൂവ് ചെയ്ത് യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയി അറ്റാച്ച് ചെയ്യും. ആ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര് ഇംപ്ലാന്റേഷൻ ആണ്. ഇംപ്ലാന്റേഷന്റെ സമയത്ത് തന്നെ പ്ലാസന്റ എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസന്റ വഴിയാണ് ഈ സൈഗോട്ടിന് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻസും എല്ലാ കാര്യങ്ങളും അമ്മയുടെ ബ്ലഡ് സ്ട്രീമിൽ നിന്ന് കുട്ടി അബ്സോർബ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്നാ പറയുന്നത്. നമ്മൾ ഈ പീരീഡ് ഓഫ് സെക്കൻഡ് വീക്ക് കഴിഞ്ഞിട്ടുള്ള സമയത്തെയാണ് നമ്മൾ പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. Period of embryo, the period from 2nd to 8th week after conception. Conception കഴിഞ്ഞു 2 ആഴ്ച കഴിയുമ്പോൾ 2nd to 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കാം എന്താണ് പീരീഡ് ഓഫ് എംബ്രിയോ.
The period from the 2nd to 8th week after conception. Conception കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് 8 വീക്കിനുള്ള ടൈമിനെ പറയുന്നത്. For the first 2 months, the new life is called embryo. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് 2 months കുട്ടീനെ ആ ഒരു പുതിയ ലൈഫിന് നമ്മൾ പറയുന്ന പേരാണ് എംബ്രിയോ. എന്താണ് പറയുന്നത്? എംബ്രിയോ. During this period, all important external and internal organs start to develop and function. നമ്മുടെ എക്സ്റ്റേണലും ഇന്റേണൽ ഓർഗൻസും എന്ത് ചെയ്യാൻ തുടങ്ങും? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. Different cells are made such as blood cells, bones, muscles ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങും എന്നാണ് പറയുന്നത്. ഒരു 8 ആഴ്ച ആകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ എന്ത് ചെയ്യും? ഫങ്ഷൻ ചെയ്ത് തുടങ്ങും. ആ ഓർഗൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഹാർട്ട് ആണ്. ഒരു കുട്ടീനെ സംബന്ധിച്ച് ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ ആണ് ഏത്? ഹാർട്ട്. നമ്മളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കുന്ന വുമൻസിന്റെ കാര്യത്തിലാണെങ്കിൽ 2 മാസം കഴിയുമ്പോഴേക്കും ഹാർട്ട് ബീറ്റ് വന്നോ എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? CT സ്കാൻ ചെയ്ത് നോക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ഓർഗൻ ഏതാണ്? ഹാർട്ട് ആണ്. ഹാർട്ട് പ്രോപ്പർ ആണെങ്കിൽ ബാക്കി എല്ലാ ഗ്രോത്തും നോർമൽ ആണ് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർട്ട് ബീറ്റ് വന്നോ എന്ന് ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോ by 8th week, the tiny heart had been beating for almost a month. ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? പതുക്കെ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. The lungs, liver, stomach, brain start to form. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ലങ്സും ലിവറും സ്റ്റൊമക്കും ബ്രെയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. And the sex organs are developed through to determine the sex of the embryo. അതേപോലെ തന്നെ കുട്ടിയുടെ സെക്സ് ഓർഗൻസും എന്ത് ചെയ്യാൻ തുടങ്ങും? ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് 2nd week to 8th week ആണ്. 8th week ആ ഒരു പീരീഡിന് നമ്മൾ പറയുന്ന പേര് എംബ്രിയോ എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലഡ് സെൽസ് ആവട്ടെ, ബോൺസ് ആവട്ടെ, മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ ടൈമിലാണ്. 8 ആഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ ഹാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതേപോലെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ, അതേപോലെ സെക്സ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. അടുത്ത ടൈമാണ് പീരീഡ് ഓഫ് ഫിറ്റസ്. അപ്പൊ ഫ്രം 8th week until birth, 8th week കഴിഞ്ഞ് until birth വരെയുള്ള ടൈമിനെയാണ് നമ്മൾ എന്ന് പറയുന്ന ഫിറ്റസ് എന്ന് പറയുന്നത്. ഓൾ ഓർഗൻ ഗ്രോ ബിഗർ ആൻഡ് സ്ട്രോങ്ങർ. നമ്മൾ നേരത്തെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞില്ലേ, ആ ഓർഗൻസ് ഒക്കെ വളരാനും സ്ട്രോങ്ങർ ആവാനും തുടങ്ങും. ഫ്രം ദ 5th month onward one can hear through a stethoscope. നമുക്ക് 5 മാസം ആവുമ്പോൾ മുതൽ സ്റ്റെതസ്കോപ്പ് വേണമെന്നില്ല, അമ്മയ്ക്ക് കുട്ടിയുടെ ബീറ്റ് അനക്കം അറിയാൻ പറ്റും. അമ്മമാരായവരായിരിക്കും 5-ാം മാസം മുതൽ കുട്ടിയുടെ ബീറ്റ് അല്ലെങ്കിൽ നമുക്ക് അനക്കം അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയിട്ടുണ്ടോ? 5-ാം മാസം മുതൽ നമുക്ക് ബീറ്റ് ഒക്കെ അറിയാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അപ്പോ ദ ബോഡി മൂവ്സ് ഫ്രീലി. നമുക്ക് ബോഡീസ് മൂവ് ചെയ്യുന്നതൊക്കെ അറിയാനായിട്ട് പറ്റും. One can feel the mother skin bulging, where arms and legs is sticking out. നമ്മുടെ കയ്യൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കണ പോലെയൊക്കെ നമുക്ക് തോന്നും. അതേപോലെ കാല് വന്ന് പതിക്കുന്ന പോലെ കിക്ക് ചെയ്യണതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കുട്ടി കിക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങും. അപ്പൊ നമ്മൾ പറയുമ്പോ ഇപ്പൊ അടുത്ത ആരെന്നുള്ളത് ഈ കുട്ടി അനങ്ങുന്നുണ്ടോ ആ സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. ആ പീരീഡ് ഓഫ് ഫിറ്റസിന്റെ സമയത്താണ് ഈ അനക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതേപോലെ അമ്മയുടെ സ്കിന്നിൽ ഇങ്ങനെ കുട്ടിയുടെ കൈ, നമ്മുടെ ഈ ഹാൻഡ് ഇങ്ങനെ ബൾഗ് ചെയ്തിരിക്കുക, കാലിന്റെ ആൻസ്, ലെഗ്സ് ഒക്കെ ഇങ്ങനെ ബൾഗ് ചെയ്തിരിക്കുന്ന പോലെയൊക്കെ കാണുന്നത് ഈ ടൈമിലാണ്. ബേബീസ് സംടൈംസ് some babies tuck their thumb stretch out. ചില കുട്ടികളാണെങ്കിൽ സക്ക് ചെയ്തുകൊണ്ടിരിക്കും, വായിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കും. അത് ആ ഒരു ഡെവലപ്മെന്റ് ഭാഗമാണ്. ചില കുട്ടികൾ കൈ സ്ട്രെച്ച് ഔട്ട് ഒക്കെ ചെയ്യും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ചവിട്ടും കുത്തൊക്കെ ഉണ്ടാവും. നമുക്ക് അമ്മമാർക്ക് അറിയാൻ പറ്റും. ഭയങ്കര ചവിട്ടും കുത്തൊക്കെ ആണെങ്കിൽ അത് ആൺകൊച്ചാണെന്ന് ഉറപ്പിക്കാം. ഭയങ്കരമായിട്ട് അനക്കുണ്ടെങ്കിൽ, അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ അത് പെൺകൊച്ചാണ് അല്ലെങ്കിൽ പറയും. ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ആ സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യുന്നത്. ആ ടൈമിനെ പറയുന്ന പേര് പീരീഡ് ഓഫ് ഫിറ്റസ് എന്നാണ്. ഫ്രം 8th week to until birth ആണ് ആ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ബേബി അറ്റ് ബർത്ത്. നമ്മൾ 9 months ഒക്കെ കഴിയുമ്പോൾ ബേബി ഡെലിവറിയുടെ ടൈം ആവും.
ഡെലിവറിയുടെ സമയത്ത് സാധാരണയായിട്ട് കുട്ടികൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 3 kg ആണ്. The normal weight of the child is about 7 pounds or 3 kg. ജനിക്കുമ്പോൾ കുട്ടിക്ക് വേണ്ട വെയിറ്റ് എത്രയാണ്? 3 kg ആണ്. The first cry, നമ്മൾ പറയും കുട്ടി ജനിച്ചാൽ ഉടനെ കരയണം എന്ന് പറയാറുണ്ട്. കരച്ചിൽ കേട്ടോ എന്ന് നമ്മൾ ചോദിക്കാറ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കരയുന്ന സമയത്താണ് അവര് ഫസ്റ്റ് ബ്രീത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. വെച്ചാൽ അവര് ആ കരയുന്ന സമയത്ത് ഓക്സിജൻ എന്ത് ചെയ്യാണ്? ഇൻടേക്ക് ചെയ്യണം. ഇത്രയും നാള് അമ്മയുടെ വയറ്റിൽ പ്ലാസിന്റെ വഴിയായിട്ട് അവർക്ക് വേണ്ട ന്യൂട്രീഷൻസും ഓക്സിജനും കിട്ടണമെങ്കിൽ അവർ ലങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് തുടങ്ങുന്ന സിറ്റുവേഷൻ ആണ് ആ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി ജനിച്ചാൽ ഉടനെ കരയണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? ലങ്സ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഫസ്റ്റ് ക്രൈ ആഫ്റ്റർ ദ ബർത്ത് ഹെൽപ്പ് ദ ലങ്സ് ഓഫ് ദ ചൈൽഡ് ടു ബിഗിൻ ഫങ്ഷനിങ്. നമ്മുടെ ലങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ കരച്ചിലാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ചിലപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. കുട്ടി ജനിച്ച അന്നത്തെ ദിവസവും 2-3 ദിവസത്തേക്കൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സീസ് ചെയ്യുന്നത് പോലെ തോന്നും, തുമ്മുന്നത് പോലെ തോന്നും. അതേപോലെ റെസ്പിറേഷന്റെ സ്പീഡ് കൂടും, ശ്വസിക്കാനായിട്ട് ഒത്തിരി ടൈം എടുക്കുന്ന പോലെ തോന്നും. ഇതെല്ലാം നോർമലാണ്. കുട്ടി ജനിച്ച ആ ടൈമിൽ നോർമലാണ്. അവൻ നമ്മളുടെ അവർ ഇത്രയും നാൾ അമ്മയുടെ എന്താ പറയാ അമ്മയുടെ ഗർഭപാത്രത്തിൽ യൂട്രസിന്റെ അകത്ത് സേഫ് ആയിട്ട് നിൽക്കായിരുന്നു. അവൻ പുതിയൊരു എൻവയോൺമെന്റിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സിംറ്റംസ് ആണ് ഈ പറഞ്ഞ സീസിങ്ങും അതേപോലെ എന്താ പറയാ ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷനും ചോക്കിങ്ങും ചുമക്കുന്നതും ഒക്കെ എന്താണ്? ഈ നമ്മളുടെ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ എടുക്കുന്ന കുറച്ച് എന്താണ് സ്റ്റെപ്പുകളുടെ ഭാഗമാണ്. ഓക്കെ, നോക്കാം. The normal weight of the child is about 7 pounds or 3 kg. The first cry after the birth helps the lungs of the child to begin functioning. നമ്മുടെ ലങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നത് ആ സമയത്താണ്. ആദ്യ കരച്ചിലേക്ക് തന്നെയാണ് ലങ്സിലേക്ക് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യുന്നത്. The newborn child tries to adjust with new environment. അത് കഴിഞ്ഞിട്ട് അവൻ നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. The children sudden walking, irregular respiration, തുമ്മ, ഇതുപോലെ പെട്ടെന്ന് ഞെട്ട, അത് ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ, ഒത്തിരി ഓക്സിജൻ എടുക്കുന്ന പോലെ തോന്നുന്നത്, സീസ് ചെയ്യുന്നത്, തുമ്മുന്നതൊക്കെ. ആൻഡ് സിമിലർ സിംറ്റംസ്, instability in initial period after birth shows its reaction while it attempts to adjust to the new environment. നമ്മളുടെ ഈ ന്യൂ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന അറ്റംപ്റ്റുകളുടെ റിയാക്ഷൻ ആണ് ആ കുട്ടികളിൽ കാണുന്ന ഈ പറഞ്ഞ എന്ത് റിയാക്ഷൻസ് ഒക്കെ. അവർ ചോക്ക് ചെയ്യുന്നതും പിന്നെന്ത് ചെയ്യുന്നത് ഇറഗുലർ റെസ്പിറേഷൻ സീസ് ചെയ്യുന്നതൊക്കെ എന്താണ്? ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും അല്ലേ? കുട്ടി ജനിച്ച ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അമ്മമാരായവർക്ക് അറിയാൻ പറ്റും എന്താണ് കുട്ടി ജനിച്ച ഉടനെ ആദ്യത്തെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഭയങ്കര കരച്ചിലായിരിക്കും. കാരണം ആ കരച്ചില് ആ കുട്ടി കുറെ കാര്യങ്ങൾ കൊണ്ടാണ് അവന് ഇത്രയും നാള് എന്താ പറയാ യൂട്രസിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ എല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ടെമ്പറേച്ചർ യൂട്രസിന്റെ അകത്ത് 37 ആ ഒരു ഡിഗ്രിയാണ്. അവൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോ ഭയങ്കര ടെമ്പറേച്ചർ കുറവാണ്. ഒരുപാട് കാര്യങ്ങളായിട്ട് അവൻ അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ടാണ് അവൻ ഇത്രയും റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്നത്. അവൻ ന്യൂ എൻവയോൺമെന്റ്, അവൻ വന്നിരിക്കുന്ന പുതിയ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മള് പീരീഡ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ കുട്ടി ബർത്തിന്റെ ടൈം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പേം സെല്ലും എഗ് സെൽസും കൂടി എന്ത് ചെയ്യുമ്പോ മെർജ് ചെയ്യുന്നു, ഫെർട്ടിലൈസ് ആകുമ്പോൾ ഒരു സൈഗോട്ട് ആയിട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സിംഗിൾ സെല്ലില് ഫാദറിന്റെ ഭാഗത്തു നിന്നുള്ള 23 ക്രോമസോംസും മദറിന്റെ ഭാഗത്തു നിന്നുള്ള 23 ക്രോമസോംസും കൂടി മെർജ് ചെയ്ത് 46 ക്രോമസോംസ് ആണ് സൈഗോട്ടിൽ ഉണ്ടാകാറ്. ഈ ക്രോമസോംസിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്, ഓർ DNA എന്ന് പറയാറുണ്ട്. ഈ ജീനുകളിലാണ് നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് നമുക്ക് കൈമാറ്റം കിട്ടുന്ന ഗുണങ്ങൾ, ത്രെഡ്സുകൾ ഉള്ളത്. ഫാദറും മദറും എക്സും വൈ ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അമ്മ എന്ന് പറയുന്നത് 23 എക്സ് ക്രോമസോംസും അച്ഛൻ ചിലപ്പോ 23 എക്സ് ക്രോമസോംസും 22 എക്സും ഒരു 1 വൈ ക്രോമസോംസും എന്ത് ചെയ്യാറുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. എക്സ് ആൻഡ് വൈ ക്രോമസോം ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇപ്പൊ കുട്ടി പെൺകുട്ടി ആവണമെന്നുണ്ടെങ്കിൽ
അച്ഛൻ എക്സ് ക്രോമസോംസ് മാത്രം 23 എക്സ് ക്രോമസോം മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഈ കുട്ടി ആൺകുട്ടി ആവണമെന്നുണ്ടെങ്കിൽ അച്ഛൻ 22 എക്സ് ക്രോമസോംസും 1 വൈ ക്രോമസോമും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് കുട്ടി ആൺകുട്ടി ആകുന്നത്. ഇനി പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് നമ്മുടെ ഓവറിൽ നിന്ന് എഗ് ഡെലിബറേറ്റ് ചെയ്ത് ആ ഒരു ഫെലോപ്പിയൻ ട്യൂബിൽ 24 മണിക്കൂർ ഒരു സിംഗിൾ സ്പേമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഗ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്പാമായിട്ട് ഫെർട്ടിലൈസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡിവൈഡ് ചെയ്യാൻ ഫെലോപ്പിയൻ ട്യൂബ് വഴി യൂട്രസിൽ മൂവ് ചെയ്യും. യൂട്രസിന്റെ ലൈനിങ്ങിൽ പോയി അറ്റാച്ച് ചെയ്യുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ എന്ന്. ഇംപ്ലാന്റേഷന്റെ സമയത്ത് തന്നെ പ്ലാസന്റ എന്ന് പറയുന്ന ഒരു പാർട്ടും കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്ലാസന്റ വഴിയാണ് ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവം സൈഗോട്ടിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ അമ്മയുടെ ബ്ലഡിൽ നിന്ന് കുട്ടി ഒബ്സോർവ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വീക്ക് ടു 8th വീക്കിന് നമ്മൾ പറയുന്ന പേരാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയും. ഈ പീരീഡ് ഓഫ് എംബ്രിയോയിലാണ് നമ്മൾ ഇന്റേണൽ ഓർഗൻസും എക്സ്റ്റേണൽ ഓർഗൻസും ഡെവലപ്പ് ചെയ്യാനും ഫങ്ഷൻ ചെയ്യാനും തുടങ്ങുന്നത്. നമ്മുടെ ബ്ലഡ് സെൽസ്, ബോൺസ്, മസിൽസ് ഒക്കെ ഈ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യാൻ. അതേപോലെ 8 ആഴ്ച ആകുമ്പോഴേക്കും നമ്മളെ കുട്ടികളിലെ സൈഗോട്ടിന്റെ എംബ്രിയോയില് ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യും. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങും. ദെൻ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ, സെക്സ് ഓർഗൻസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ദെൻ പീരീഡ് ഓഫ് ഫീറ്റസ് പറഞ്ഞു 8 weeks to until birth ആണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ കുറച്ചും കൂടി സൈസ് കൂടും. ദെൻ നമുക്ക് മൂവ്മെന്റ്സ് അറിയാനായിട്ട് പറ്റും, നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റും, നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾ സ്കിക്ക് ചെയ്യുന്നതും അതേപോലെ അവരുടെ സ്കിൻ, നമ്മുടെ ആംസ്, ലെഗ്സ് ഒക്കെ ഇങ്ങനെ ബൾഗ് ചെയ്തിരിക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ചില കുട്ടികൾ തമ്പ് സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലവർ സ്ട്രെച്ച് ഔട്ട് ഒക്കെ ചെയ്യും. ഇനി പറഞ്ഞത് ബേബി അറ്റ് ബർത്ത് ആണ് പറഞ്ഞത്. കുട്ടി ജനിക്കുമ്പോൾ 7 kg എങ്കിലും വേണം. പിന്നെ ലെങ്സ് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നത് ആ ഫസ്റ്റ് ക്രൈയിലൂടെയാണ്. കുട്ടി കരഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മുടെ ലെങ്സ് പൂർണ്ണമായിട്ട് ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നത്. ന്യൂ ചൈൽഡിന് കുറച്ച് ടൈം എടുക്കും, നമ്മുടെ പുതിയ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി റിയാക്ഷൻസ് കുട്ടികൾ കാണിക്കാറുണ്ട്. ഇറഗുലർ ആയിട്ടുള്ള റെസ്പിറേഷൻ, സീസ് ചെയ്യുക, സഡൻ ചോക്കിങ് ഒക്കെ കുട്ടികളിൽ കണ്ടുവരുന്ന കുറച്ച് റിയാക്ഷൻസ് ആണ്. അപ്പം ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, കുട്ടിയപ്പം 3 kg ആയിട്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എന്ത് ചെയ്തു, നമ്മുടെ ഭൂമിയിലേക്ക് വന്നു, നമ്മുടെ എൻവയോൺമെന്റിലേക്ക് അവർ വന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ ആ പീരീഡുകൾ പഠിക്കണം, കറക്റ്റ് ആയിട്ട് പീരീഡുകൾ പഠിക്കണം. അതേപോലെ സൈഗോട്ടിന്റെ കാര്യം പഠിക്കണം, ക്രോമസോംസിന്റെ കോൺട്രിബ്യൂഷന്റെ കാര്യങ്ങൾ പഠിക്കണം. ദെൻ അതേപോലെ ഫാദർ മദർ, ഏത് ക്രോമസോംസ് ആണ് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പിന്നെ ഇംപ്ലാന്റേഷൻ എന്താണെന്ന് നോക്കണം, പ്ലാസന്റയുടെ കാര്യം നോക്കണം. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് പീരീഡ് ഓഫ് എംബ്രിയോ, ഏത് പീരീഡ് ആണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത് പഠിക്കണം. പിന്നെ ഹാർട്ട്, ഫസ്റ്റ് ഓർഗൻ ഡെവലപ്പ് ഇൻ എന്താ പറയാ ഹ്യൂമൻ ബോഡി, അത് ഏത് ഓർഗൻ ആണ്, ഫസ്റ്റ് ഓർഗൻ ഏതാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഹാർട്ട് ആണ്. അതെല്ലാം കാര്യങ്ങളും നിങ്ങൾ നോക്കണം, നന്നായിട്ട് റീഡ് ചെയ്യാം. ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കാം. അപ്പൊ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സൈൻ ഔട്ട് ഞാനാണ് മാഡം, നീതു. പറഞ്ഞോ മാഡം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു അപർണ മിസ് ഫോർ ദിസ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രൗത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ്. മെയിൻ ഫാക്ടറായിട്ട് വരുന്നത് ഹെറിഡിറ്റി ഓർ ജനറ്റിക് ഫാക്ടർ, സെക്കൻഡ് വൺ എൻവയോൺമെന്റൽ ഫാക്ടർ. അങ്ങനെ 2 ഫാക്ടറാണ് വരുന്നത്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത്,
അതിലിപ്പോൾ BP, ഷുഗർ, തൈറോയ്ഡ് അങ്ങനെയുള്ള അസുഖങ്ങളും അതുപോലെ തന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ലൈക്ക് സ്കിന്ന്, ഐസ്, ഹെയർ, നമ്മുടെ നോസിൻ്റെ ഒക്കെ ഷേപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ആവും. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പ്രീനാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. പ്രീനാറ്റൽ എന്ന് പറഞ്ഞാൽ ഡെലിവറിക്ക് മുമ്പുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്തു. പോസ്റ്റ് നാറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷമുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കൽ എൻവയോൺമെന്റ്, സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിൽ ഫിസിക്കൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജീവിക്കുന്ന ഒരു സാഹചര്യം, കുഞ്ഞ് വളരുന്ന എൻവയോൺമെന്റ്, അപ്പോൾ ആ ടൈമിൽ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ, ഫുഡ്, അവരുടെ ഹെൽത്ത് എല്ലാം ഫിസിക്കൽ എൻവയോൺമെന്റിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ഇമോഷൻസ്, അതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. പാരൻസിന് കുഞ്ഞിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, പിന്നെ ഒരു ഫാമിലിയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ ഒരു ഫാമിലി ഫോളോ ചെയ്യുന്ന കൾച്ചർ, ഇതെല്ലാം അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യും. അതിൽ പറയുന്നത് ജോയിന്റ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലിനെക്കാട്ടിലും ഒരു കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ആയിരിക്കും ഒരു കുഞ്ഞ് വളരുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും, റീഡിങ്, ഡ്രോയിങ്, ഡാൻസിങ്, മ്യൂസിക്, അങ്ങനെയുള്ള അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ നമ്മൾ എൻകറേജ് ചെയ്യിപ്പിക്കുക. അതാണ് ഇന്റലക്ച്വൽ എൻവയോൺമെന്റിൽ പറഞ്ഞത്. നെക്സ്റ്റ് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന്റെ ഓരോ ഘട്ടങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫാണ്. ലൈഫിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നത് മുതൽ ആ കുഞ്ഞിന്റെ ബർത്ത് വരെയുള്ള ആ ഒരു ഘട്ടങ്ങൾ ഓർഡറിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാദറിന്റെ സ്പേം സെല്ലും മദറിന്റെ എഗ്ഗും കൂടെ ഫോം ചെയ്തിട്ട് ഒരു സിംഗിൾ സെല്ല് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. ഫാദറിന് 23 ക്രോമസോമും അതുപോലെ മദറിന്റെ 23 ക്രോമസോമും കൂടി ചേർന്നിട്ട് 46 ക്രോമസോംസ് ഉണ്ടാവും. അതിലൊരു മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 23 X ക്രോമസോം ആയിരിക്കും. ഫാദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 23 X ക്രോമസോമും ആവാം, അഥവാ 22 X ക്രോമസോം ഒരു Y ക്രോമസോം ആവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു XY ക്രോമസോംസ് ആണ് ഒരു ബേബിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് X ക്രോമസോം ആണെന്നുണ്ടെങ്കിൽ ബേബി ഗേൾ ആയിരിക്കും. ഇനി അഥവാ ഫാദർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രോമസോമിൽ Y ക്രോമസോംസിന്റെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബേബി ബോയ് ആയിരിക്കും. സോ ഒരു ബേബി ബോയ് ഓർ ഗേൾ എന്നത് ഡിസൈഡ് ചെയ്യുന്നത് ഫാദറിൽ നിന്നുള്ള X ഓർ Y ക്രോമസോം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പിന്നെ പീരീഡ് ഓഫ് ദ ഓവം, അതുപോലെ തന്നെ പീരീഡ് ഓഫ് ദ എംബ്രിയോ, അതിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പീരീഡ് ഓഫ് ദ ഓവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക്, ആ ഒരു വരുന്ന പീരീഡിനെയാണ് പീരീഡ് ഓഫ് ദ ഓവം എന്ന് പറയുന്നത്. അതിനകത്ത് ഇംപ്ലാന്റേഷൻ ഫോം ചെയ്യുന്നതും അതുപോലെ പ്ലാസന്റേഷന്റെ ഫോം ചെയ്യണത് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറഞ്ഞാൽ കൺസെപ്ഷന് ശേഷമുള്ള 2 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള ഒരു പീരീഡാണിത്. അതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് ഒരു ബേബിയുടെ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ട് ആണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞിന്റെ ലങ്സ്, ലിവർ, സ്റ്റൊമക്ക്, ബ്രെയിൻ, സെക്സ് ഓർഗൻസ്, ഇതൊക്കെ ഈ ഒരു ടൈമിലാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പീരീഡ് ഓഫ് ദ ഫീറ്റസ്, അതായത് 8 വീക്ക് മുതൽ ബർത്ത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് ഇത് പറയുന്നത്. ഇതിൽ എല്ലാ ഓർഗൻസിന്റെയും വളർച്ചയും സ്ട്രോങ് ആവുന്നതും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചലനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പീരീഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. പിന്നെ അറ്റ് ദ ബർത്ത്, ബേബി അറ്റ് ദ ബർത്ത്, അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു 3 കിലോ വരെ വെയിറ്റെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കുട്ടിയുടെ കരച്ചിൽ, ജനിച്ച ഉടനെ ഒരു കുഞ്ഞ് കരയണം എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു തന്നത് ബർത്ത് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, അതായത് ഒരു കുഞ്ഞിന് ഓക്സിജൻ കിട്ടുക, ലങ്സിന്റെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു കുട്ടിയുടെ ലൈഫ് ആയിട്ടുള്ള ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അഗൈൻ താങ്ക് യു അപർണ മിസ് ആൻഡ് താങ്ക് യു എവരിവൺ. Thank you all. Thank you. Thank you, Miss.